വെൽക്കം ടു ഓൾ. നമ്മൾക്ക് ഇനി പുതിയ ചാപ്റ്ററാണ് തുടങ്ങാനുള്ളത്, റിഗ്രഷൻ അനാലിസിസ്. കോറിലേഷനിൽ നമ്മൾ എന്താ ചെയ്തത്? രണ്ട് വാല്യൂസിന്റെ റിലേഷൻഷിപ്പ് ആണ് ഐഡന്റിഫൈ ചെയ്തത്. വെദർ ദേ ആർ മൂവിങ് ടുഗദർ ഓർ ദേ ആർ മൂവിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ആ കാര്യങ്ങളാണ് നമ്മൾ അനലൈസ് ചെയ്തത്. ഇവിടെ റിഗ്രഷൻ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു എസ്റ്റിമേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു പ്രെഡിക്ഷൻ ആണ് നടക്കുന്നത്. അതായത് നമുക്കറിയാവുന്ന വാരിയബിളിന്റെ വാല്യൂ വെച്ചിട്ട് അറിയാത്ത വാരിയബിള് ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് എന്ത്? റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. ഇറ്റ് ആക്ച്വലി രണ്ട് വാരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്തിട്ട് അതിൽ ഒരു വാരിയബിൾ ഉപയോഗിച്ചിട്ട് മറ്റേ വാരിയബിള് ഡിറ്റർമൈൻ ചെയ്യുന്ന പ്രോസസ് ആണ് എന്ത്? റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. ഈ രണ്ട് വാരിയബിൾ എന്ന് പറയുന്നത് ഒരെണ്ണം ഡിപ്പെൻഡന്റും ഒരെണ്ണം ഇൻഡിപെൻഡന്റ് വാരിയബിൾ ആയിരിക്കും. ഡിപ്പെൻഡന്റ് വാരിയബിൾ എന്ന് പറഞ്ഞാൽ ഏത് വാരിയബിളിന്റെ വാല്യൂ ആണോ മറ്റൊരു വാരിയബിളാൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നത്, ആ വാരിയബിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിപ്പെൻഡന്റ് വാരിയബിൾ എന്ന് പറയുന്നത്. ആ മറ്റേ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വാരിയബിൾ ഉണ്ടല്ലോ, ആ വാരിയബിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഡിപെൻഡന്റ് വാരിയബിൾ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് എപ്പോഴും ഇൻഡിപെൻഡന്റ് വാരിയബിളിന്റെ വാല്യൂ ഉപയോഗിച്ചിട്ട് ഡിപ്പെൻഡന്റ് വാരിയബിളിന്റെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ആണെന്ത്? റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ prediction of unknown value of one variable from the known value of other variable. But we can identify the value of dependent variable using the value of independent variable. അതിനൊരു ഡെഫിനിഷൻ ഒക്കെ ആയിട്ടൊക്കെ പറഞ്ഞാൽ റിഗ്രഷൻ അനാലിസിസ് ഈസ് എ മാത്തമാറ്റിക്കൽ മെഷർ ഓഫ് ആവറേജ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ വാരിയബിൾ in terms of original units of data. Original units of data പറഞ്ഞാൽ കിലോയിലാണെങ്കിൽ കിലോയില്, ഒരു കിലോ ഇത്രയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ എണ്ണത്തിലാണെങ്കിൽ എണ്ണത്തിൽ. ആ ഡാറ്റയുടെ യൂണിറ്റ്സിന്റെ ഒറിജിനാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് വി ആർ പ്രെഡിക്റ്റിംഗ് ദ ഡിപ്പെൻഡന്റ് വാരിയബിൾ ബേസ്ഡ് ഓൺ ഇൻഡിപെൻഡന്റ് വാരിയബിൾ. അപ്പൊ അതാണ് നമ്മൾ കോറിലേഷൻ പഠിച്ചപ്പോഴും റിഗ്രഷൻ പഠിക്കുമ്പോഴും തമ്മിലുള്ള ഡിഫറൻസ്. കോറിലേഷൻ പറഞ്ഞാൽ ജസ്റ്റ് വി ആർ ഡിറ്റർമൈൻ ദ നേച്ചർ ഓഫ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഡയറക്ഷൻ ബിറ്റ്വീൻ ടു വാരിയബിൾ. ഇവിടെ വി ആർ ഐഡന്റിഫൈയിങ് ദ value of unknown variable, that is the value of dependent variable, from the value of known variable, that is independent variable. നമ്മൾ കോറിലേഷൻ പഠിച്ചതുപോലെ തന്നെ ഇവിടെ എന്തുണ്ട്? സിംഗിൾ ആൻഡ് മൾട്ടിപ്പിൾ റിഗ്രഷൻ ഉണ്ട്. സിംഗിൾ റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് വാരിയബിൾ ആണ് ഉണ്ടാവുള്ളൂ, ഒരു ഡിപ്പെൻഡന്റ് വാരിയബിളും ഒരു ഇൻഡിപെൻഡന്റ് വാരിയബിൾ. മൾട്ടിപ്പിൾ റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടാവുക? We are find out the effect of two or more independent variable on one dependent variable. ഒരു ഡിപ്പെൻഡന്റ് വാരിയബിളിന്റെ മുകളിൽ ഒന്നോ രണ്ടിലധികം ഇൻഡിപെൻഡന്റ് വാരിയബിളിന് ഉണ്ടാകുന്ന എഫക്റ്റ് ഐഡന്റിഫൈ ചെയ്യണതാണ് എന്ത്? നമ്മുടെ എന്താണ് മൾട്ടിപ്പിൾ റിഗ്രഷൻ എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ റിഗ്രഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ലീനിയർ റിഗ്രഷൻ. നമ്മൾ ലീനിയർ കോറിലേഷൻ എന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെയാണ് ലീനിയർ റിഗ്രഷൻ. എന്താന്ന് പറഞ്ഞാൽ നമ്മളുടെ കയ്യിലുള്ള ബൈവാരിയേറ്റ് ഡാറ്റ, രണ്ട് വാരിയബിളിന്റെ ഡാറ്റ ഉണ്ടാവില്ല, അത് നമ്മൾ ആ കോറിലേഷനിൽ പറഞ്ഞതുപോലെ തന്നെ സ്കാറ്റർ ഡയഗ്രാം, അതായത് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇഫ് യു ആർ ഗെറ്റിംഗ് സ്ട്രൈറ്റ് ലൈൻ വി സെഡ് ഇറ്റ് ഈസ് ആൻ ലീനിയർ റിഗ്രഷൻ. അതായത് ഇൻഡിപെൻഡന്റ് വാരിയബിൾ ഉണ്ടാകുന്ന സെയിം പ്രപ്പോർഷനിൽ തന്നെയാണ് ഡിപ്പെൻഡന്റ് വാരിയബിളിലും ചേഞ്ച് ഉണ്ടാകുന്നതെങ്കിൽ വി സെഡ് ഇറ്റ് ഈസ് ആൻ ലീനിയർ റിഗ്രഷൻ. പിന്നെ അത് കഴിഞ്ഞാൽ ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ്. അത് നമ്മൾ പറഞ്ഞ പോലെ ഈ ലീനിയർ റിഗ്രഷൻ ലൈനിനെയാണ് നമ്മൾ ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കയ്യിലുള്ള രണ്ട് ബൈവാരിയേറ്റ് ഡാറ്റ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യും. എന്നിട്ട് ഗ്രാഫിൽ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ആൻ സ്കാറ്റർ ഡയഗ്രാം. ആ സ്കാറ്റർ ഡയഗ്രാംസിലെ പോയിന്റ് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ അതൊരു സ്ട്രൈറ്റ് ലൈൻ ആയിട്ടാണ് നമുക്ക് തോന്നുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് എന്ന്
പറയുന്നത്. അതായത് ആ പോയിന്റ് ഓഫ് സ്കാറ്റർ ഡയഗ്രത്തിന് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ലൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് എന്ന് പറയുന്നത്. അതന്നെയാണ് എന്ത്, റിഗ്രഷൻ ലൈൻ എന്നും പറയുന്നത്. സോ റിഗ്രഷൻ ലൈൻ നമുക്ക് എന്ത് പറയാം, ഇതൊരു ഗ്രാഫിക്കൽ ടെക്നിക്കും കൂടിയാണ്. ഒരു ഡിപ്പെൻഡന്റ് വാരിയബിളും ഒരു ഇൻഡിപെൻഡന്റ് വാരിയബിളും തമ്മിലുള്ള ഫങ്ഷണൽ റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു ഗ്രാഫിക്കൽ ടെക്നിക്കും കൂടിയാണ് എന്ത്, നമ്മുടെ റിഗ്രഷൻ ലൈൻ. ഈ റിഗ്രഷൻ ലൈൻ വരയ്ക്കാൻ നമുക്ക് ഒരു 2 മെത്തേഡ് ഉണ്ട്. ഫ്രീ ഹാൻഡ് മെത്തേഡും ഉണ്ട്, മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയറും ഉണ്ട്. ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഒറിജിനൽ ഡാറ്റാസ് ഗ്രാഫ് പേപ്പറിൽ പ്ലോട്ട് ചെയ്യുന്നു. അതിനകത്ത് നമ്മൾ ഇൻഡിപെൻഡന്റ് വാരിയബിൾ നോർമലി ഹൊറിസോണ്ടൽ ആക്സിസിലും ഡിപ്പെൻഡന്റ് വാരിയബിൾ വെർട്ടിക്കൽ ആക്സിസിലുമാണ് നമ്മൾ എടുക്കുക. എന്നിട്ട് നമ്മുടെ ആ പോയിന്റ്സ് അടയാളപ്പെടുത്തുന്നു. എന്നിട്ട് നമ്മുടെ കൈ കൊണ്ട് ഒരു സ്മൂത്ത് ഫ്രീ ഹാൻഡ് ലൈൻ വരയ്ക്കുന്നു. അതായത് ആ ഒറിജിനൽ ഡാറ്റയുടെ ടെൻഡൻസി ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു എന്താണ്, നമ്മുടെ കൈ കൊണ്ട് എന്ത് ചെയ്യുന്നു, ഒരു സ്മൂത്ത് ലൈൻ നമ്മൾ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്രീ ഹാൻഡ് കർവ് എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പൊ കണ്ടോ, നോക്കി നോക്കൂ, പ്രൈസും സപ്ലൈയും തന്നിട്ടുണ്ട്. നമുക്കറിയാം എന്താണ്, പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്, ഡിപ്പെൻഡന്റ് വാരിയബിളും സപ്ലൈ എന്ന് പറയുന്നത് എന്താണ്, ഇൻഡിപെൻഡന്റ് വാരിയബിളും. സോറി, സപ്ലൈ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾ എന്താണ്, സപ്ലൈ കൂടുന്തോറും എന്താണ്, പ്രൈസ് കുറയും, സപ്ലൈ കുറയും തോറും എന്താണ്, പ്രൈസ് കൂടും. സോ പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്, സപ്ലൈനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു വാരിയബിൾ ആണ്. സോ പ്രൈസ് ഈസ് ആൻ ഡിപ്പെൻഡന്റ് വാരിയബിൾ, സപ്ലൈ ഈസ് ആൻ ഇൻഡിപെൻഡന്റ് വാരിയബിൾ. നമ്മൾ എന്ത് ചെയ്യാണ്, ഈ 2 വാരിയബിളിന്റെയും വാല്യൂസ് ഈ ഗ്രാഫിനകത്ത് പ്ലോട്ട് ചെയ്തു. പ്രൈസ് നമ്മൾ ഹൊറിസോണ്ടൽ ആക്സിസിൽ, അതായത് ഡിപ്പെൻഡന്റ് വാരിയബിൾ നമ്മൾ ഹൊറിസോണ്ടൽ ആക്സിസിൽ പ്ലോട്ട് ചെയ്തു. ഇവിടെ നമ്മൾ എന്താണ്, സപ്ലൈ നമ്മൾ പ്ലോട്ട് ചെയ്തു. ഇത് വേറൊരു തരത്തിലും എടുക്കാം നമുക്ക്. പ്രൈസ് കൂടുമ്പോൾ നോർമലി എന്താണ്, സപ്ലൈ നമ്മൾ എന്താണ് കൂടും. പ്രൈസ് കൂടുന്തോറും ആൾക്കാർ വിൽക്കാനുള്ള ടെൻഡൻസി കൂടും. അപ്പൊ എന്തായാലും ഇവിടെ നമ്മൾ എന്താണ്, പ്രൈസ് എക്സ് ആക്സിസിലും സപ്ലൈ വൈ ആക്സിസിലും എടുത്തു. എന്നിട്ട് 5 രൂപ പ്രൈസ് ആവുമ്പോൾ സപ്ലൈ 60 രൂപ, 10 രൂപ പ്രൈസ് ആവുമ്പോൾ സപ്ലൈ 70 രൂപ, 15 രൂപ പ്രൈസ് ആവുമ്പോൾ സപ്ലൈ എന്താണ് 70. അത് നമുക്ക് ആ ഡാറ്റ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഓരോ ലൈൻസ് പ്ലോട്ട് ചെയ്തു. കണ്ടോ, ഇതിനകത്ത് തന്നിട്ടുണ്ട് 5 ആവുമ്പോൾ 60 സപ്ലൈ, 10 ആവുമ്പോൾ 72 സപ്ലൈ, 15 ആവുമ്പോൾ 75 സപ്ലൈ. ഇവിടെ സപ്ലൈനെയാണ് ഡിപ്പെൻഡന്റ് വാരിയബിൾ ആയിട്ട് ഈ ക്വസ്റ്റ്യനിൽ കൺസിഡർ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, സപ്ലൈ ഡിപ്പെൻഡിങ് ഓൺ പ്രൈസ് ആണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താണ്, ഡിപ്പെൻഡന്റ് വാരിയബിൾ വൈ ആക്സിസിലും എന്താണ്, സോറി, ഇൻഡിപെൻഡന്റ് വാരിയബിൾ എക്സ് ആക്സിലും രേഖപ്പെടുത്തി. എന്നിട്ട് നമ്മൾ പോയിന്റ് പ്ലോട്ട് ചെയ്തു. 5 ആവുമ്പോൾ 60, 10 ആവുമ്പോൾ 65. അപ്പൊ നമ്മൾ അങ്ങനെ ഓരോ പോയിന്റ്സ് പ്ലോട്ട് ചെയ്തിട്ട് നമ്മുടെ കൈയും കൊണ്ട് എന്ത് ചെയ്യാണ്, ഒരു കർവ് വരയ്ക്കാണ് അല്ലെ. ഇങ്ങനെ വരും. 5 ആവുമ്പോൾ 60, 10 ആവുമ്പോൾ ഐ തിങ്ക് എത്രയാണ്, 10 ആവുമ്പോൾ 72. അപ്പൊ അത് അവിടെ വരിക. പിന്നെ 15 ആവുമ്പോൾ 75, അപ്പൊ അവിടെ ഒരു പോയിന്റ് ഇതാക്കി. പിന്നെ 20 ആവുമ്പോൾ 65, പിന്നെ 25 ആവുമ്പോൾ 80, 30 ആവുമ്പോൾ 85, അത് കഴിഞ്ഞാൽ 35 ആവുമ്പോൾ 95. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ഓരോന്നിനും പോയിന്റ് രേഖപ്പെടുത്തി. എന്നിട്ട് ആ പോയിന്റിലൂടെ നമ്മൾ സ്കെയിലൊന്നും വെച്ചിട്ടല്ല, നമ്മുടെ ജസ്റ്റ് ഹാൻഡിലൂടെ എന്ത് ചെയ്യണം, ഒരു ഫ്രീ ഹാൻഡ് കർവ് വരയ്ക്കാണ്. ഈ പോയിന്റ്സിനെ ജോയിൻ ചെയ്തിട്ട് ഒരു ഫ്രീ ഹാൻഡ് കർവ് വരയ്ക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ലൈൻ, സ്ട്രൈറ്റ് ലൈൻ അവിടെ നിന്ന് എന്ത് ചെയ്യാണ്, പ്ലോട്ട് ചെയ്യാണ്, ഇതിലൂടെ കടന്നു പോകുന്നത് പോലെ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിഗ്രഷൻ ലൈൻ എന്ന് പറയുന്നത്. ഫ്രീ ഹാൻഡ് കർവ് വരച്ചിട്ട് അതിലൂടെ നമ്മൾ റിഗ്രഷൻ ലൈൻ വരയ്ക്കുക. ഇതൊരു രീതിയാണ്. ഇവിടെ എന്താണ് നമ്മൾ ചെയ്യുന്നത്, ജസ്റ്റ് നമ്മൾ ഡാറ്റാസ് ഗ്രാഫിനകത്ത്
പ്ലോട്ട് ചെയ്യുന്നു. ആ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുമ്പോൾ ഇൻഡിപെൻഡന്റ് വാരിയബിൾ എക്സ് ആക്സിസിലും ഡിപ്പെൻഡന്റ് വാരിയബിൾ വൈ ആക്സിസിലും കൊടുക്കുന്നു. എന്നിട്ട് ഓരോ ഇൻഡിപെൻഡന്റ് വാരിയബിളിന്റെ വാല്യൂലും ഡിപ്പെൻഡന്റ് വാരിയബിൾ എത്രയാന്നുള്ളത് നമ്മൾ പോയിന്റ്സ് അടയാളപ്പെടുത്തുന്നു. ദെൻ ആ പോയിന്റ്സ് കണക്ട് ചെയ്തിട്ട് വി വിൽ ഡ്രോ എ കർവ്. ദെൻ ആ കർവിലൂടെ വി ആർ ഡ്രോയിങ് റിഗ്രഷൻ ലൈൻ. അതായത് ആ കർവിനോട് ഏകദേശം ബെസ്റ്റ് ഫിറ്റ് എന്ന പോലെ നമ്മുടെ ലോജിക്കിൽ ഒരു സ്ട്രൈറ്റ് ലൈൻ നമ്മൾ വരയ്ക്കാണ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇങ്ങനെ ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡിൽ റിഗ്രഷൻ ലൈൻ വരയ്ക്കുന്നത് ഇങ്ങനെയാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കണു. പിന്നെ വരുന്നത് എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഒരു 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 ഇന്റിമസിയുടെ പുറത്താണ് നമ്മൾ വരച്ചിരിക്കുന്നത് അല്ലെ. ഇവിടെ ഒരു പ്രത്യേകിച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫോർമുലയോ മെഷറോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ജസ്റ്റ് നമ്മൾ ആ ഗ്രാഫ് പോയിന്റിൽ എന്ത് ചെയ്തു, ഓരോ വാല്യൂ ഓഫ് ഇൻഡിപെൻഡന്റ് വാരിയബിളിനും എന്താണ് ഡിപ്പെൻഡന്റ് വാരിയബിൾ എന്നുള്ള പോയിന്റ്സ് രേഖപ്പെടുത്തിയിട്ട് ആ പോയിന്റ്സിലൂടെ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു കർവ് വരച്ചു. എന്നിട്ട് ആ കർവിനെ സ്യൂട്ടബിൾ ആകുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ കൈകൊണ്ട് തന്നെ എന്താണ് ഒരു ലൈൻ വരച്ചു. ഇനി അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ ആണ്. മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് ലീസ്റ്റ് സ്ക്വയർ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ റിഗ്രഷൻ ലൈൻ ഫോർമുലേറ്റ് ചെയ്യുന്നത്. മെത്തേഡ് ഓഫ് ലീസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് സ്ക്വയർ എന്താന്ന് വെച്ചാൽ നമ്മൾ ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ്, അതായത് നമ്മൾ വരയ്ക്കുന്ന ആ സ്ട്രൈറ്റ് ലൈൻ എന്ന് പറയുന്നത് എങ്ങനെ വരയ്ക്കണം എന്നറിയോ, നമ്മുടെ നോൺ വാല്യൂ ഓഫ് വാരിയബിൾ ഉണ്ടാവുമല്ലോ അതിന്റെ സ്ക്വയറിന്റെ ഡിഫറൻസും ആ ലൈനിലുള്ള വാല്യൂന്റെ ഡിഫറൻസും മിനിമം ആകുന്ന രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, എപ്പോഴും ലൈൻ വരയ്ക്കാൻ. അതായത് ദ ഡീവിയേഷൻ ബിറ്റ്വീൻ നോൺ വാല്യൂ ആൻഡ് the deviation between the square of difference between non value of dependent variable and the corresponding, അതായത് ആ ലൈൻ വരച്ചാൽ നമുക്ക് കിട്ടുന്ന ആ കറസ്പോണ്ടിങ് വാല്യൂസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഏറ്റവും മിനിമം ആകുന്ന രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, വരയ്ക്കാൻ. അതാണ് മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത്. അത് നമ്മൾ ഫോർമുല ഉപയോഗിച്ചിട്ടൊക്കെയാണ് വരയ്ക്കുന്നത്. അങ്ങനെ നമ്മൾ ഗ്രാഫിക്കിലൊക്കെ ഡ്രോൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കൂടുതലും ഈ ഒരു ചാപ്റ്ററിനകത്ത് ഗ്രാഫിക്കൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനൊക്കെ കുറവാണ്. നമുക്ക് കൂടുതലും പഠിക്കാനുള്ളത് എന്ന് പറഞ്ഞത് മാത്തമാറ്റിക്കൽ റിഗ്രഷൻ ആണ്. അതായത് ഫോർമുല ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാണ് നമ്മൾ വാല്യൂ ഓഫ് അൺനോൺ വാല്യൂനെ നമ്മൾ ഐഡന്റിഫൈ ആണ് യൂസിങ് എന്താണ്, നോൺ വാല്യൂ. അതിന് നമ്മൾ രണ്ട് റിഗ്രഷൻ ഇക്വേഷൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഡിപ്പെൻഡന്റ് വാരിയബിളും ഇൻഡിപെൻഡന്റ് വാരിയബിളും തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ രണ്ട് മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ നോർമലി എക്സ് ആൻഡ് വൈ എന്നാണല്ലോ വാരിയബിൾ എടുക്കാറ്. ഇവിടെയും ആ എക്സ് ആൻഡ് വൈക്ക് വ്യത്യാസങ്ങളൊന്നുമില്ല. എന്താണ്, റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് y on x, അതുപോലെ തന്നെ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ ആണ്. അങ്ങനെ രണ്ട് റിഗ്രഷൻ ഇക്വേഷൻസ് ആണ് നമ്മൾ എടുക്കുന്നത്. അതിന്റെ ഡീവിയേഷൻസിലേക്കൊന്നും ഞാൻ പോണില്ല, അത് പറഞ്ഞാൽ കൂടുതൽ കൺഫ്യൂഷൻ ആവുള്ളൂ. നമുക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല് നിങ്ങൾക്ക് അതിന്റെ ഒന്നും ആവശ്യം ഇല്ലതാനും. അപ്പൊ നമുക്ക് ഇതാണ് ഇങ്ങനെ രണ്ട് ഇക്വേഷൻസ് ആണ് പഠിക്കാറുള്ളത്. സിഗ്മ വൈ ഇവിടെ എന്ന് പറയുന്നത് ലെറ്റ് y ഒരു ഇക്വേഷൻ നമ്മൾ എടുക്കുകയാണ്. y ഈക്വൽ ടു a പ്ലസ് ബി എക്സ്. ഇത് നമുക്കറിയാം ഒരു സ്ട്രൈറ്റ് ലൈനിന്റെ ഇക്വേഷൻ ആണ്. ഇതെന്ന് പറയുന്നത് y ഓൺ എക്സ് ആണ് കേട്ടോ. y ഈക്വൽ ടു a പ്ലസ് ബി എക്സ്. ഇവിടെ എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാ ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അത് ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ലീസ്റ്റ് സ്ക്വയർ മെത്തേഡിൽ റിഗ്രഷൻ ലൈൻ വരയ്ക്കുന്നത്. ഇവിടെ നമുക്ക് എന്താണ് y എന്ന് പറയുന്നത് ഒബ്സർവ്ഡ് വാല്യൂ ഓഫ് വൈയും a പ്ലസ് ബി എക്സ് എന്ന് പറയുന്നത് വാല്യൂ ഓഫ് y ഒബ്റ്റൈൻഡ് ഫ്രം ഇക്വേഷനാണ്. y എന്ന് പറയുന്നത് അറിയാവുന്ന നോൺ വാല്യൂ ഓഫ് വാരിയബിൾ, a പ്ലസ് ബി എക്സ് എന്ന് പറഞ്ഞാൽ ലൈനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വാരിയബിളിൽ വാല്യൂ ഓഫ് വാരിയബിളില്ലേ അതിനെയാണ് a പ്ലസ് ബി എക്സ് എന്ന് പറയുന്നത്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കണം എന്നാണ് നമ്മൾ പറഞ്ഞത്,
മിനിമം ആയിരിക്കണം എന്നാണ് പറഞ്ഞത്. അതായത് y മൈനസ് a പ്ലസ് ബി എക്സ് ആ സമ്മിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, മിനിമം ആയിരിക്കണം. അപ്പൊ മനസ്സിലായ നേരത്തെ പറഞ്ഞ പ്രിൻസിപ്പിൾ എന്താണ്, y എന്ന് പറയുന്നത് എന്താണ്, y എന്ന് പറയുന്നത് ഒബ്സർവ്ഡ് വാല്യൂ ഓഫ് y, അതായത് ആ വൈയുടെ വാല്യൂ അറിയുന്ന ആ നോൺ വാല്യൂ ഓഫ് y. a പ്ലസ് ബി എക്സ് എന്ന് പറഞ്ഞ എന്താണ്, ആ ലൈനിൽ നിന്ന് ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് എന്ന് നമുക്ക് കിട്ടുന്ന വാല്യൂ ഓഫ് y. ഇത് തമ്മിലുള്ള ഡിഫറൻസിന്റെ സമ്മിന്റെ സ്ക്വയർ മിനിമം ആവണം. അതാണ് മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു അസംഷനിൽ നിന്നാണ് നമ്മൾ എങ്ങനെയാണ് എക്സും വൈയും കണ്ടുപിടിക്കുക എന്നുള്ള ഒരു ഡീവിയേഷൻ ഒക്കെ വന്നത്. നിങ്ങൾ അതൊക്കെ വിട്ടേര്, നമുക്ക് ഇത്രേ പഠിക്കാനുള്ളൂ. ഈ ഫോർമുലാസ് സിഗ്മ y ഈക്വൽ ടു എൻ എ പ്ലസ് ബി സിഗ്മ എക്സ്. പിന്നെ വരയ്ക്കാനുള്ളതാണ് സിഗ്മ എക്സ് വൈ ഈക്വൽ ടു എ സിഗ്മ എക്സ് പ്ലസ് ബി സിഗ്മ എക്സ് സ്ക്വയർ. ക്ലിയർ ആയോ? ഇനി ഈ രണ്ട് ഇക്വേഷനും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് ബി. അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. എൻ ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ് വൈ സിഗ്മ വൈ ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബിയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നത്. എങ്ങനെയാണ് ബി, ഇവിടെ ഈ രണ്ട് ഇക്വേഷൻ ആണ് എന്താണ് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ. റിഗ്രഷൻ ലൈനിൽ നിന്ന് എന്താണ് സിഗ്മ വൈ ഈക്വൽ ടു എൻ എ പ്ലസ് ബി സിഗ്മ എക്സ്, പിന്നെ സിഗ്മ എക്സ് വൈ ഈക്വൽ ടു എ സിഗ്മ എക്സ് പ്ലസ് ബി സിഗ്മ എക്സ് സ്ക്വയർ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ബി ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ, അതെങ്ങനെയാണെന്നൊന്നും പറയുന്നില്ല, നമുക്കത് പഠിക്കേണ്ട ആവശ്യമില്ല. ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ബിയുടെ വാല്യൂ എങ്ങനെയാ കണ്ടുപിടിക്കാന്ന് കിട്ടും. അതിനുള്ള ഫോർമുലയാണ് എൻ ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറയുന്നതാണ് ബിയുടെ ഫോർമുല. അതിവിടെ ക്ലാരിറ്റി വരാഞ്ഞതാണ്. ഇനി പിന്നെ വരുന്നത് എന്ന് പറയണത് അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കണത്. നമുക്ക് അടുത്ത ക്ലാസ് മുതൽ പ്രോബ്ലം ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതാകെ കൺഫ്യൂഷൻ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇതിപ്പോൾ ഡൗട്ട്സ് ഉണ്ടെങ്കിലും പ്രശ്നമില്ല, നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ അത് ക്ലാരിഫൈ